സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത നാളുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞ ഒരു വെബ് സീരീസാണ് ദി ചോസൻ. പുതുതലമുറയിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദി ചോസൻ എന്ന വെബ് സീരീസ് നവ്യമായ ഒരു ദൃശ്യാനുഭവമാണ് നമുക്ക് നൽകുന്നത്. കഠിനമായ വെയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതം. മധ്യപൂർവേഷ്യയിലെ ഏതോ ഒരു കായൽക്കരയാണ് ദൃശ്യത്തിൽ. ആകർഷണീയമായ പുഞ്ചിരിയോടെ ഒരു യഹൂദ പുരോഹിതൻ അല്പം ദേഷ്യക്കാരും കഠിനാധ്വാനികളെന്ന് തോന്നിക്കുന്ന മുക്കുവരുടെ വള്ളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകളിലെ മാംസപേശികൾ മെഡിറ്ററേനിയൻ സൂര്യന്റെ രശ്മിയിൽ വെട്ടിത്തിളങ്ങുന്നു. മുക്കുവരെ കണ്ടാലറിയാം അവർ തങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണെന്ന്. കാഴ്ചയിൽ പരുക്കരും എന്നാൽ ശുദ്ധരെന്നും തോന്നിക്കുന്ന ആ മുക്കുവരെ നോക്കി യഹൂദ പുരോഹിതൻ ഇങ്ങനെ പറയുന്നു: ഹലോ. അലസമായി കിടക്കുന്ന തലമുടി കാറ്റിൽ പാറി കളിക്കുമ്പോൾ അദ്ദേഹം തുടരുന്നു: ഞാൻ യേശുവാണ്. ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിപ്പോൾ എവിടെയോ സംഭവിക്കുന്ന പോലെയാണ്. വളരെ സാധാരണ രീതിയിലെ ശബ്ദവും സംഭാഷണ ശൈലിയും, എന്തിന് ആ ചിരി പോലും ഈ ദൃശ്യം നമ്മുടെ തൊട്ടടുത്ത് എവിടെയോ നടക്കുന്ന പോലെ തോന്നിപ്പിക്കുന്നു. ചെരുപ്പ് ധരിച്ച് ഒരു ബാഗും തൂക്കി സദാ പുഞ്ചിരിച്ചുകൊണ്ട് കളിച്ചു ചിരിച്ചു നടക്കുന്ന സുന്ദരനായ ആ ചെറുപ്പക്കാരൻ ദൈവപുത്രനായ ഈശോയാണെന്ന സത്യം അത്ഭുതത്തോടും ആവേശത്തോടും ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു. ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിനെ സത്യത്തിൽ ഒരു സുഹൃത്തും സഹോദരനും അയൽക്കാരനും ശില്പിയും പുരോഹിതനുമൊക്കെയായി നാം ഈ സീരീസിൽ കാണുന്നത് തികച്ചും ഒരു വൈകാരിക അനുഭവമാണ്. ഇത്രയും ആളുകൾ കണ്ട ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു വെബ് സീരീസ് വേറെ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം. ഇതെഴുതുമ്പോൾ 6,68,77,810 ആളുകൾ ഈ വെബ് സീരീസ് കണ്ടു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തെ, ഒരു സ്ഥലത്തെ, ക്രിസ്തീയ മാനവികതയൊക്കെ മനോഹരമായി ചിത്രീകരിക്കാൻ ഈ വെബ് സീരീസിന്റെ സൃഷ്ടാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെബ് സീരീസ് കണ്ടു തുടങ്ങിയപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന സമകാലികമായ നിലപാടുകൾ, ശരീരഭാഷ, സംസാര ശൈലി എന്നിവ പരിചിതമാവാൻ കുറച്ചു സമയമെടുത്തു. ഇവയൊന്നും യാദൃശ്ചികമായി ഇതിൽ കടന്നുവന്നതല്ല, മറിച്ച് ഇതിന്റെ സൃഷ്ടാക്കൾ ബോധപൂർവം രൂപപ്പെടുത്തിയതാണ്. പുതിയ തലമുറയിലെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് ഇതിന്റെ അവതരണ രീതി. ദ ചോസൻ നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്താണ്. ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും കൂൾ. 30-33 വയസ്സുള്ള ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ മറ്റു കുറെ ചെറുപ്പക്കാർ അനുധാവനം ചെയ്യുന്നതാണ് ഈ സീരീസിന്റെ മുഖ്യപ്രമേയം. പലപ്പോഴും ക്രിസ്തീയ സിനിമകളും വെബ് സീരീസും അല്പം വിരസമായി കാണാറുണ്ട്. എന്നാൽ ദ ചോസൻ വെബ് സീരീസ് മുഴുവൻ ഈ ചെറുപ്പക്കാരുടെ രസകരമായ ജീവിതമാണ്. അവരുടെ തമാശകൾ, കളികൾ, പിണക്കങ്ങൾ, സഞ്ചാരങ്ങൾ, കൂടിച്ചേരലുകൾ, ഒരുമിച്ചുള്ള ഭക്ഷണം, ഇങ്ങനെയെല്ലാം ചേരുന്ന ഒരു ജീവനുള്ള സീരീസാണ് ദ ചോസൻ. യേശുവായി ജോനാഥൻ റൂമിയും, മത്തായിയായി പാരസ് പട്ടേലും, മഗ്ദലന മറിയമായി എലിസബത്ത് തബിഷും, പീലാത്തോസായി ഇസാക് സഹറും ഇതിനോടകം നിരൂപക പ്രശംസ നേടിയിരിക്കുന്നു. സംവിധായകനായ ഡാലസ് ജെൻകിൻസിന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഈ വലിയ സംരംഭത്തിന്റെ തുടക്കം. ദ ചോസൻ എന്ന ആപ്പ് വഴി ഫ്രീ ആയി ഈ സീരീസ് കാണാവുന്നതാണ്. ഈ പ്രൊജക്റ്റിനെ സാമ്പത്തികമായി സഹായിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്.